സ്കൂളിൽ വൈകി എത്തിയതിന് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായി പരാതി. കൊല്ലം പുനലൂരിൽ കഴിഞ്ഞ 8-നാണ് സംഭവം. പുനലൂർ SN ട്രസ്റ്റ് സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് രാവിലെ 10 മിനിറ്റ് താമസിച്ച് സ്കൂളിൽ എത്തിയതിന് മർദ്ദനമേറ്റത്. സ്കൂൾ പ്രിൻസിപ്പൽ ചൂരൽ വടി കൊണ്ട് കുട്ടിയെ മർദ്ദിച്ച് കയ്യിൽ മുറിവുണ്ടാക്കിയെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കയ്യിലുണ്ടായ മുറിവിന് വിദ്യാർത്ഥി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. SN സ്കൂളിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം താമസിച്ചതിന് ടീച്ചർ അടിച്ച പാടാണിത്. ഇവൻ 2 ദിവസം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പോയിരുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞ അന്നേരം ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഇത് ഉറങ്ങിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവനെ അടിക്കരുത്, ഇവൻ 12 മണി വരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു തട്ടുകടയുണ്ട്, അവിടെ എൻ്റെ കൂടെ നിന്നിട്ടാണ് ഇവൻ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞ ഇവനെ അടിക്കരുത്, ടീച്ചറെ എൻ്റെ കൂടെ കച്ചവടം ചെയ്തിട്ടാണ് കുഞ്ഞ് വരുന്നത്, ചില ദിവസങ്ങളിൽ ഉറങ്ങിപ്പോവും, അടിക്കല്ലേ എന്ന് ചെന്ന് പറഞ്ഞതാണ്. അന്ന് വൈകിട്ട് ഇവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവനെ ടീച്ചർ അടിച്ച് ഇവൻ്റെ കൈ പൊട്ടിച്ച് വെച്ചേക്കുവാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പിടിച്ചു നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഈ ടീച്ചർ ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുന്നത്? ഇതെന്തൊരു അടി അടിച്ചു വെച്ചേക്കുന്നത്? 10 മിനിറ്റ് ലേറ്റ് ആയതിനാണോ ഈ അടി അടിച്ചു വെച്ചേക്കുന്നത്? മനോജ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനോജ്, കുട്ടിയുടെ മുറിവ് കൂടുതൽ ഗുരുതരമായതാണോ? അതുപോലെ തന്നെ ഈ അധ്യാപികയ്ക്ക് ഇതിനു മുൻപും ഇത്തരം പരാതികൾ നേരിട്ട അധ്യാപികയാണോ? കുട്ടിയുടെ വലത് കൈയിലാണ് മുറിവ് പറ്റിയിരിക്കുന്നത്. അല്പം ആഴത്തിലുള്ള മുറിവാണ്. 8-ാം തീയതി നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഇത് അവർ ആശുപത്രിയിലെത്തി ഈ പരാതി നൽകാൻ ഈ അടികൊണ്ട വിദ്യാർത്ഥി വീട്ടിലെത്തി രക്ഷിതാക്കളോട് സ്കൂൾ അധികൃതർ മർദ്ദിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നില്ല. സഹപാഠികള് ഈ അമ്മയെ വിളിച്ചു പറയുകയായിരുന്നു ഇങ്ങനെ ടീച്ചർ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ മാതാവ് അറിയുന്നത് തന്നെ. അതിനുശേഷമാണ് ഇവര് അന്വേഷണങ്ങൾ നടത്തിയത്. അങ്ങനെ ആശുപത്രിയിൽ പോവുകയും സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മളും സ്കൂൾ അധികൃതർ മറ്റേ ഈ അടിച്ചെന്ന് ആരോപണ വിധേയയായ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ കൈയുടെ വെള്ളയിലാണ് അടിച്ചത്, ഇങ്ങനെ ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ ചൂരൽ കൊണ്ട് കൈയുടെ വെള്ളയ്ക്കാണ് അടിച്ചതെന്നാണ് അവർ നൽകിയ മറുപടി. എന്നാൽ ഈ കുട്ടിയും അദ്ദേഹത്തിനൊപ്പം അടികൊണ്ട സഹപാഠികളും പറയുന്നത് ടീച്ചർ തന്നെ മർദ്ദിച്ചതാണ്, ചൂരൽ വടി കൊണ്ട് അടിക്കുകയായിരുന്നു, വളരെ വൈരാഗ്യ ബുദ്ധിയോടെയാണ് മർദ്ദിച്ചത് എന്ന് പറഞ്ഞിരുന്നു. ഈ കുട്ടി രാത്രിയിൽ ഇവര് നൈറ്റ് കട നടത്തുന്നവരാണ്. അവരോടൊപ്പം അമ്മയോടൊപ്പം ജോലിയൊക്കെ ചെയ്തതിനു ശേഷമാണ് പിറ്റേന്ന് രാവിലെ സ്കൂളിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ സ്കൂള് പുനലൂർ ലൈക്കരക്കോണം എന്നുള്ള സ്ഥലത്താണ്. ഈ കുട്ടി വരുന്നത് തെന്മല ഉറുകുന്ന ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ശബരിമല സീസൺ ആയതിനാൽ അവിടെ വളരെ തിരക്കാണ്, ബസ് കുറവാണ്. അപ്പം ബസ് കിട്ടാനൊക്കെ താമസിച്ചു, അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഒരു പക്ഷേ വരികയാണെങ്കിൽ എൻ്റെ കുട്ടിയെ ഉപദ്രവിക്കരുത് എന്ന് ഈ രക്ഷിതാവ് നേരത്തെ സ്കൂളിൽ പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻപും മർദ്ദനം ഏറ്റിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസിൽ പരാതി നൽകുവാൻ 2 ദിവസമായിട്ട് ഈ മാതാവ് കയറി ഇറങ്ങുകയായിരുന്നു. ചില ഇടപെടലുകൾ മൂലം പരാതി പോലീസ് കൃത്യമായ രീതിയിൽ എടുത്തിരുന്നില്ല. പക്ഷെ ഇന്ന് FIR ഇട്ട് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് രക്ഷിതാക്കളുടെ തീരുമാനം. 10 മിനിറ്റ് വൈകിയതിനാണ് ഒരു കുട്ടിക്ക് ഇന്ന് ദാരുണമായൊരു പ്രധാന അധ്യാപികയിൽ നിന്നും ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വടികൊണ്ടുള്ള അടി ഒഴിവാക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു സംഭവം ഇന്ന് നേരിട്ടത്. വാർത്തയുടെ കൂടുതൽ വിശദാംശം നൽകിയത് മനോജ്.